നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാനിന്ന് ആക്ച്വലായിട്ട് തിരുപ്പൂർ ബുക്ക് ഫെയറിലാണ് ഇരിക്കുന്നു. ആരൊക്കെ എന്നെ കാണുന്നു വിചാരിക്കുന്നു അവരവിടെ വരാം. എന്നെ കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഒരുപാട് പേര് വന്നിട്ട് ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ കണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ വളരെ നന്ദി. ഇന്ന് എല്ലാവർക്കും വളരെ കൊണ്ടാട്ടമാണ്. എൻ്റെ ലൈഫ് ഞാൻ കാണാത്തത് ഇപ്പോൾ നടന്നിരിക്കുന്നു. 1600 രൂപയ്ക്ക് മുകളിൽ 1 ഗ്രാം ഗോൾഡ് കയറിയിരിക്കുന്നു. 19,000 ക്രോസ് ചെയ്തിട്ടുണ്ട് സ്വർണം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. $1,500 പെർ ഔൺസ് എന്ന കാര്യത്തിന് അവർ സ്പ്ലാഷ് ചെയ്തിരിക്കുന്നു. $1,500 തകർത്തിട്ട് എന്നെ കൊണ്ട് ഇതിന് സന്തോഷം താങ്ങാൻ വയ്യാതെ ഞാൻ ഇരിക്കുന്നു. 15,000 ക്രാഷ്ഡ്. നോക്കുമ്പോൾ ആൾമോസ്റ്റ് 24 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് ഇപ്പോൾ 20,000 ക്രോസ് ചെയ്തു. അടുത്തത് വന്നിട്ട് 22 ക്യാരറ്റ് ഗോൾഡ് 19,000 പാ 17,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. വളരെ വ്യത്യാസമൊന്നുമില്ല. നോക്കുമ്പോൾ 17,500 വരയ്ക്കും ക്രോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്പ് വരുമെന്നാൽ ഫെബ്രുവരി 6-7 കോമക്സിൽ വന്ന് ഇൻഡെക്സിന് റീബാലൻസ് ചെയ്യും. ഇത് ഫ്യൂച്ചേഴ്സിനെ ക്ലോസ് ചെയ്ത് അടുത്ത റൗണ്ട് എടുക്കുന്ന സമയം ഒരു ചെറിയ ഡിപ്പ് വരാൻ സാധ്യത ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ട്രംപ് ഭാഗവാദർ ഇറാനിൽ 2 ഗുണ്ടിടുവാണെങ്കിൽ അടക്കുവാണെങ്കിൽ 6,000 കൂടെ ക്രോസായി പോവാം. ഇത് വന്നിട്ട് ഡോളർ ഡീബേസ്മെൻറ്റ് ട്രേഡിനെ കുറിച്ച് എന്ത് പറയണമെന്ന് കൂടെ എനിക്ക് അറിയുന്നില്ല. ഓർത്ത് സന്തോഷിക്കണോ ഇല്ല ദുഃഖിക്കണോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇതെന്ന് വെച്ചാൽ എന്നെ ഫോളോ ചെയ്തവർക്ക് മാത്രം തന്നെ സന്തോഷം. ഇനി ജനങ്ങൾ കൊണ്ട് ഞാൻ 100 ഗ്രാം പറഞ്ഞത് 200 ഗ്രാം പറഞ്ഞതൊക്കെ ഇപ്പോൾ ഞാൻ 200 പറഞ്ഞതിന് 100 ആക്കിയാൽ പോൽ ഈ റേറ്റിൽ വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യം പോലെ അല്ല. അതിനെ ഓർത്താൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇത് വന്നിട്ട് ലോകത്തിൽ ഫിയാറ്റഡ് കറൻസീനെ ആരും അതിനെ റെസ്പെക്ട് ചെയ്യാതെ ഏതൊരു ഗവൺമെൻറ്റിനും വരല ഒരു കാര്യമായിട്ട് എടുക്കാതെ ഇഷ്ടത്തിന് നോട്ടിനെ പ്രിൻ്റ് ചെയ്ത് തള്ളിയത് ആണ് ഇതിൻ്റെ മൂല കാരണം. ഡോളർ താഴെ വീഴ്ന്നു കിടക്കുന്നു. യൂറോ ആൻഡ് ബ്രിട്ടീഷ് പൗണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ മാത്രമാണ് രൂപ ഇത് അതിപാതാളത്തിൽ കിടക്കുന്നത്. ഇന്ന് 92 രൂപയ്ക്ക് പോയിട്ടുണ്ട്. ഇതിൽ വന്നിട്ടുള്ള ഒരു റൂമർ എന്തെന്ന് വെച്ചാൽ കസ്റ്റംസ് ഡ്യൂട്ടീനെ കയറ്റാമെന്ന്. പിന്നെ ഒരു പ്രാവശ്യം കസ്റ്റം ഡ്യൂട്ടി കയറ്റുവാണെങ്കിൽ ഏർലി ഇത് 20,000 ക്രോസ് ചെയ്യും. ഇല്ലാതെ തന്നെ 20,000 ക്രോസ് ആകും. ഇത്രയും ദൂരം ഇത് പോകുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു. എത്രയും ദൂരം പോകും എന്നതിന് ഒരു ചെറിയ എക്സാമ്പിൾ എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ യൂറോപ്പിൽ പ്രൈവറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇത് ഇന്നും 1% കൂടെ അല്ല, 0.2 0.3% തന്നെ ഇരിക്കുന്നു. ഈ ഒരു വിഗ്രസ് റൈസ് കാരണം അവിടെ ഈ പൊസിഷൻ ഡബിൾ ആവുകയാണെങ്കിൽ ഇവിടെ 25 ക്രോസ് ആവും. അതേസമയം ലോകത്തിലിരിക്കുന്ന എല്ലാ സെൻട്രൽ ബാങ്കും അമ്പിൻ്റെ മുകളിലിരിക്കുന്ന വിശ്വാസത്തിനെ വിട്ടുകൊണ്ട് വാങ്ങുവാണെങ്കിൽ ഇന്നും ഒരു 25,000 പോകാൻ ചാൻസ് ഇരിക്കുന്നു. ഇതുപോലത്തെ വില ഒക്കെ കുറിച്ച് ഞാൻ സംസാരിക്കുമോ എന്ന് വിചാരിച്ചത് എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ 10,000 നോക്കുമെന്ന്, എൻ്റെ ലൈഫ് ടൈമിൽ 20,000 നോക്കുമെന്ന് വിചാരിച്ചു. ഈ വെളിയിൽ ധൈര്യമായിട്ട് വന്ന് 4 വർഷം 3 വർഷം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഇന്ന് തന്നെ ആ 20,000 ടച്ച് ചെയ്തു. ഞാൻ അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ടച്ചായിട്ടുണ്ട്. പക്ഷെ ഈ മാസം തീർന്ന മുമ്പ് 20,000 തീർച്ചയായിട്ടും തൊടുമെന്ന് വിശ്വാസമുണ്ട്. എങ്ങനെയാണ് പോകും, ഇതിൻ്റെ ബ്ലോ റാലി എങ്ങനെ ഇരിക്കും, പിന്നെ എങ്ങനെ ആക്ഷൻ വരും എന്ന് മാർക്കറ്റ് നോക്കിയിരിക്കുന്നു. അതുമല്ലാതെ മാർക്കറ്റ് ഗോൾഡ് മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കുന്നു എന്ന് പറയുന്നു. ഹോൾസെയിൽ ട്രേഡറിൻ്റെ അടുത്തൊക്കെ ആൻഡിന് സംസാരിക്കാൻ വെച്ചു. ഹോൾസെയിൽ ട്രേഡേഴ്സൊക്കെ എന്ത് പറയുന്നു എന്നാൽ ഹോൾസെയിലിൽ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് കംപ്ലീറ്റായി നിന്ന് പോയി എന്നാണ് പറയുന്നു. പിന്നെ കുറിച്ച് സംസാരിച്ചു. അവരുടെ എക്സ്പീരിയൻസിൽ ഡിപ്പ് പെർസെൻറ്റേജ് പഴയ കാലത്തിലുള്ള ഡിപ്പൊക്കെ വെച്ച് 14,000 അത് അടുത്ത് വരെ വരാം എന്ന് അവർ പറയുന്നു. 14,000 രൂപയാണ് 1 ഗ്രാം 22 ക്യാരറ്റ്, അല്ലെങ്കിൽ 24 ക്യാരറ്റ് വന്നിട്ട് 14,000 വരാം. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. 13,000 വരയ്ക്കും 22 ക്യാരറ്റ് കുറയാം എന്ന് അവർ ഉദ്ദേശിക്കുന്നു. അത് കുറയുമെന്ന് ഒരു തീർച്ച ഇല്ല. കുറയുവാണെങ്കിൽ 22 ക്യാരറ്റ് 13,000 വരയ്ക്കും കുറയാൻ ചാൻസ് ഇരിക്കുന്നു. പുറത്തെ മട്ടിൽ ഫ്ലോറിന് വന്നിട്ട് നമുക്ക് 12,500 എന്ന് വച്ചിരിക്കാം. 5 ഒക്കെ വരുവാണെങ്കിൽ കണ്ണിന് മൂടിക്കൊണ്ട് വാങ്ങുന്നതേ അല്ലാതെ ഓപ്ഷൻ ഇല്ല, ചിന്തിക്കാനും ഒന്നുമില്ല. ഒരാഴ്ചയ്ക്ക് മുമ്പേ 12,800 രൂപയിൽ വാങ്ങിയ ഒരുപാട് ആൾക്കാരനെ എനിക്കറിയാം.
എന്നെക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 12,800 രൂപയ്ക്ക് വാങ്ങിയുണ്ട്. ആൽമോസ്റ്റ് ഇന്നൊരു 5,000 രൂപയ്ക്ക് റേറ്റ് കയറിയിരിക്കുന്നു. സോ ലക്കിലി ആ ലാസ്റ്റ് ബിഡിന് അവർ പിടിച്ചത്. ആദ്യം സ്വർണത്തിനെ കുറിച്ച് ഒരു പോയിന്റ് മനസ്സിലാക്കണം. 5 വർഷത്തിന് മുമ്പ് ഗോൾഡ് 5 കിലോ ഇരുന്നാലും ഇന്നും അത് 5 കിലോയാണ്. ഇതിനെ തന്നെ ഞാൻ നിങ്ങളടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞിരിക്കുന്നു. ഗോൾഡ് അതേ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ വാല്യൂ കയറിയില്ല. രൂപ നോട്ട് അടിച്ചത് കൂടുതലാണ്. അത് ഡോളർ അടിച്ചത് കൂടുതൽ. ഡോളറിൻ്റെ വാല്യൂയും രൂപയുടെ വാല്യൂയും ഈ 10 വർഷമായിട്ട് ഇവർ അടിച്ചതിൻ്റെ ബലം ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നു. ഇത് ഓവർ നൈറ്റ് നടന്നില്ല. ഇത് ഓവർ നൈറ്റ് നടന്നു എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും റീസൺ തേടുന്നതല്ല. വർഷമായിട്ട് അമേരിക്കയും മറ്റെല്ലാ സ്ഥലങ്ങളും ചെയ്ത തെറ്റിൻ്റെ ഒപ്പം നടന്ന ഒരു ഔട്ട്കം ആണിത്. അല്ല, ബിസിനസ് സ്റ്റാൻഡേർഡിൽ വായിക്കുമ്പോൾ ഇന്ത്യ ആദ്യത്തെ ഹാഫിൽ വന്നിട്ട് 30 ലക്ഷം കോടി കടം വാങ്ങും എന്നാണ് പറയുന്നു. ഈ കടം എന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ RBI നോട്ട് അടിക്കുന്നത് തന്നെ. ഇത് കാരണം ഈ ഗോൾഡ് ട്രേഡ് മോശമാവും. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് വീഴുന്നാലും തിരികെ രൂപ വീഴും. സെഞ്ചുറി നിക്ഷയം 120 ലക്ഷ്യം. ഇത് കാരണം 100 രൂപ എന്നത് തീർച്ചയായിട്ട് വരും. ഇത് കാരണം വാങ്ങിയവരൊക്കെ വളരെ സൂക്ഷിച്ച് വച്ചിരുന്നു. ഇത് കെട്ടിപ്പിടിച്ച് വച്ചിരിക്കണം. അല്ലാതെ എനിക്ക് ഓപ്പണായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്ര കെട്ടിപ്പിടിച്ച് വച്ചിരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ആ ഗോൾഡിനെ ഇങ്ങനെ കൈവിടരുത്. ഈ ഗോൾഡിനെ നിങ്ങളെ പറ്റിയ അത്രയും ഫിസിക്കൽ ഫോമിൽ മാറ്റുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ അതിനെടുത്ത് ലാക്കറിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നത് ബെറ്ററാണ്. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇതിനെ മുകളിൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇന്ന് ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട്. ആ ന്യൂസുകളെ കുറിച്ച് ഇപ്പോൾ നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ആദ്യ ന്യൂസ്, ഏസോണിൽ റിസൾട്ട് വളരെ നന്നായിരിക്കുന്നു സർ. 16,000 പേരാണ് ഇതിൽ ബലിയായിരിക്കുന്നത്. ഈ 16,000 പേരിന് ബലി കൊടുത്ത ഇടത്തിൽ 700 800 പേരിന് ഇന്ത്യയിൽ ബലി കൊടുക്കാൻ നടക്കും എന്നാണ് പറയുന്നത്. അടുത്ത ന്യൂസ് വന്നിട്ട് ASML എന്ന കമ്പനി ഈ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനൊക്കെ മെഷീൻ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. എന്ത് പറയുന്നു എന്നാൽ 7,000 പേരാണ് ബലി കാരണം മാർക്കറ്റിൽ അവരുടെ സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് കയറുന്നു. ഇത് കാരണം ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി ആയിരിക്കുന്നു. 22,000 പേരിന് ജോലി പോകുന്നു എന്ന കാരണത്താൽ ഈ 2 ഷെയർസിനെയും കയറ്റുന്നു. എന്നു വെച്ചാൽ ചിലവ് കുറയും, പ്രോഫിറ്റ് കൂടുമെന്നാണ് അവർ കണക്കിടുന്നു. കുറച്ച് നേരത്തിന് S&P 500 7,000 ക്രോസ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ അത് റെക്കോർഡ് ഹൈ ആണ്. 7,000 ക്രോസ് ചെയ്തു. ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല. പക്ഷേ എന്ത് പറയാനാണ്, 7,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് അവരവിടെ പറയാൻ പറ്റുന്നില്ല. ഇത് കാരണം ബബിൾ എന്ന് പറയുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇന്നലെ നൈറ്റ് ഞാൻ നിമ്മതിയായിട്ട് ഉറങ്ങിയില്ല. ഇന്ന് ഞാൻ നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. ഫെഡറൽ റിസർവ് റേറ്റിനെ കുറച്ചില്ല. എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾക്ക് എക്കോണമി വളരെ നന്നായിരിക്കുന്നു, റേറ്റിനെ കുറയ്ക്കേണ്ട, അതേസമയം റേറ്റിനെ കയറ്റവും വേണ്ട എന്ന് പറയുന്നു. റൈറ്റ്, ഇതൊക്കെ വന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തീർന്നിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ സിംഗിൽ അവർ 1.5% ഷെയറിന് അവർ വിൽക്കുന്നു. 4,600 കോടിക്ക് മുകളിൽ റൈസ് ചെയ്യുന്നു. വേദാന്തയാണ് പ്രൊമോട്ടർ, വേദാന്തയാണ് വിൽക്കുന്നു. ആക്ച്വൽ മാർക്കറ്റ് പ്രൈസ് 710 ആണ്. 30 രൂപ ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നു. ഡിസ്കൗണ്ടിനെ എടുത്ത് കടൻ അടയ്ക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്തെന്ന് വെച്ചാൽ L&T റിസൾട്ട് വന്നിരിക്കുന്നു. നമ്മളെല്ലാവരും എതിർനോക്കിയത് L&Tയുടെ റിസൾട്ട് വളരെ നന്നായിരിക്കുമെന്നാണ്. ലേബർ കോസ്റ്റ് കാരണം L&Tയുടെ റിസൾട്ട് -5% ഇപ്പോൾ ഇരിക്കുന്നു. ഇന്ന് മാർക്കറ്റിന് 100 പോയിൻ്റ് അടുത്ത് അടിച്ചിരിക്കുന്നു നിഫ്റ്റി. സെൻസെക്സ് അറ്റ് 1 ടൈം 380 400 പോയിൻ്റ് അടിയാണ്. ഇത് രണ്ടാമത് വലിയ ന്യൂസ്. മൂന്നാമത് കാര്യം TVS മോട്ടോഴ്സ് ആണ്. TVS മോട്ടോഴ്സിൻ്റെ പ്രോഫിറ്റ് 52% കയറിയിരിക്കുന്നു. റെക്കോർഡ് സെയിൽസ് എക്സ്പെഷ്യലി വന്നിട്ട് ഇതിൽ നടന്നിട്ടുള്ളത് EVയുടെ സെയിൽസ് ആണ്. വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. ഡെഫിനറ്റായിട്ട് TVS വന്നിട്ട് നമ്പർ 1 പൊസിഷനെ ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നു. ബജാജ് നമ്പർ 2നെ പിടിക്കും. ഇത്തർ നമ്പർ 3, നമ്പർ 4 പിന്നെ ഹീറോ ആയിട്ട് വരും. അപ്പോൾ ഏത്തറിന് 40% മുകളിൽ ഷെയർസ് ഹീറോയിൻ്റെ അടുത്തിരിക്കുന്നു. ഇത് ഞാൻ പലവട്ടം പറഞ്ഞിരിക്കുന്നു. ഇത് വന്നിട്ട് 1 2 3 എന്ന ഓർഡറാണ്. വിയിലും ട്രാൻസ്ലേറ്റ് ആയിരിക്കുന്നു എന്നതിന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ITCയുടെ റിസൾട്ട് വരുന്നു. ഇൻറ്ററിം ഡിവിഡൻഡ് ഇരിക്കുന്നു എന്ന് പറയുന്നു. അടുത്ത ന്യൂസ് ഈ ടാറ്റ മോട്ടോർ ട്വിൻസിലെ റിസൾട്ട് വരുന്നു.
ഇങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. രണ്ടിലും വൺ ടൈം ലേബർ കോസ്റ്റ് എന്നത് വരും. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് നാറ്റ്കോയെ കുറിച്ച് പറയുന്നു, റിസൾട്ട് വന്നില്ല, ഈ റെവൽമെൻറ്റിൻ്റെ അടിയിരിക്കും. നാറ്റ്കോ, ഡോക്ടർ റെഡ്ഡി, സിപ്ല, ഫൺ ഫാർമ ഇതൊക്കെ റിക്കവർ ആവാൻ ഇന്നും ഒരു 1 or 2 years എടുക്കും. ക്ഷമയോടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ രൂപ വീഴുന്ന അത്രയും ഇതിൻ്റെ പ്രോഫിറ്റ്സ് ഒക്കെ കയറിയോണ്ടേ പോകും. വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു ലാഭം കിട്ടും. അത് ഇന്നുള്ള വാർത്തകൾ. ഇതിൻ്റെ മേളിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. ഉള്ള പ്രധാന ന്യൂസ് വന്നിട്ട് സ്വർണത്തെക്കുറിച്ചാണ്. കാരണം എന്തെന്ന് വെച്ചാൽ സ്വർണത്തിന് അഗെയിനായിട്ട് കാശൊക്കെ കൊടുക്കുന്ന കമ്പനീസ് കൂടെ അതിൻ്റെ ഷെയറും കൂടെ ഭയങ്കരമായിട്ട് കയറും. കാരണം നമ്മൾ ട്രേഡ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തീർന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.